ചേട്ടാ പച്ചക്കറികൾക്കൊക്കെ വില കൂടിയെന്ന് കേട്ടു, എത്രത്തോളം ഉണ്ട്? പച്ചക്കറിക്ക് കുറച്ച് കൂടുതൽ, എല്ലാ സാധനത്തിനും പിന്നെ കൂടുതലാണ്. സീസണാണ് വരുന്നത്, അതുകൊണ്ട് ഇപ്പം എല്ലാം വില കൂടുതലാണ്. ഇപ്പോൾ കോഴിക്കെല്ലാം വില കുറവ്, കോഴി മീൻ വില കുറവ്, പച്ചക്കറിക്ക് വില കൂടുതൽ. അതിൻ്റെ കാരണം ശബരിമല സീസണാണ് ഇപ്പം നടക്കുന്നുള്ളത്, അതുകൊണ്ടാണ് പച്ചക്കറിക്ക് കുറച്ച് വില കൂടുതലുള്ളത്. എന്തൊക്കെ പച്ചക്കറികൾക്കാണ് വില കൂടിയിട്ടുള്ളത്? വില കൂടിയിട്ടുള്ളത് ഇപ്പോൾ മെയിൻ ക്യാരറ്റ്, ഓണിയൻ, മുരിങ്ങക്കോല്. മുരിങ്ങക്ക 1 കിലോ 500 രൂപ വിലയുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം നോർമലിൽ പോകുന്നു. വില കൂടിയ പച്ചക്കറികളൊന്നും വില കൂടിയത് എല്ലാത്തിനും കൂടി. ഇപ്പോൾ ബീട്രൂട്ടിന് കൂടീന്, ബീട്രൂട്ടിന് 10 രൂപ കൂടീന് 1 കിലോന് മീറ്റ. ബെണ്ടക്കായ്ക്ക് 10 രൂപ കൂടീന്. പിന്നെ ക്യാരറ്റിന് 10-20 രൂപയോളം കൂടീന്. പിന്നെ തക്കാളി 25 രൂപ 20 രൂപയിലുണ്ടായത് അതും കൂടീന്. ഉള്ളി 60, അതിന് താഴെ ഉണ്ടായിന്, ഇപ്പോൾ 66 രൂപയ്ക്ക് എത്തി. അത് ഒരു ചാക്ക് ഉള്ളിന് ചണ്ടി ഉള്ളിയാണ് വരുന്നുള്ളത്, നല്ല ഉള്ളി വരുന്നില്ല. അതിൽ മുക്കാ ഭാഗം ഞങ്ങൾക്ക് കിട്ടും, ബാക്കി ചാളാണ്. വല്ലാത്ത വില കൂടിയത് സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനം ഇത്രയും വില കൂടിയത് കൊണ്ട് ഞങ്ങൾക്ക് വാങ്ങാൻ വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് പച്ചക്കറികൾക്കും മറ്റുള്ള സാധനങ്ങൾക്കും വില കുറക്കുന്നതാണ് നല്ലത്. വില കൂടിയിട്ട് പറയുമ്പോൾ എന്ത് പറയാ, നല്ലോണമായിപ്പോയി വില. വേറെ ഒന്നുമില്ല, നമ്മൾ പാവപ്പെട്ട ആൾക്കാരല്ല, നമുക്കൊരു വില കുറയണമെന്ന് പറഞ്ഞിട്ട് കാക്കണതാണ്. കുറഞ്ഞാൽ നല്ല ഉണ്ടായിരുന്നു, അത്ര തന്നെ പറയാനുള്ളൂ. മൊത്തത്തിൽ വില കൂടുതലാണ്, ജീവിക്കാൻ വളരെ കഷ്ടമാണ്, എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. ഞമ്മക്കിപ്പോൾ മംഗലാപുരത്ത് നിന്ന് വരുന്ന സാധനമല്ലേ, അപ്പോൾ ഞമ്മക്ക് പിന്നെ മംഗലാപുരത്ത് വരുന്ന സാധനമാണ് നമ്മൾ ഇവിടുന്ന് വിൽക്കുന്നത്. പിന്നെ വില അല്ലെങ്കിൽ ഇപ്പോൾ ടോട്ടൽ വില ഉണ്ടല്ലോ, എല്ലാത്തിനും സാധനത്തിന് വില ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താക്കാൻ എല്ലാവരും ഓരോ റേറ്റിനനുസരിച്ചിട്ട് കൂടുന്നുണ്ട്. ഡെയിലി മാർക്കറ്റ് റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടാണ്. പിന്നെ എന്ത് ചെയ്യും, നമ്മളും ഇങ്ങനെ പണിയെടുത്തിട്ട് നമുക്ക് പോലെ. തക്കാളിൻ്റെ റേറ്റ് ഇനിയിപ്പോൾ എന്തായാലും സീസണല്ലേ, മാലിട്ട സീസണല്ല, അതുകൊണ്ട് എന്തായാലും കൂടാതിരിക്കല്ല. സാധാരണ വില കൂടുതലായി നമ്മൾ വില കൂടുതലായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. ഇതെന്ത് വന്നാലും സാധാരണക്കാരൻ്റെ മണ്ടയിലേക്കാണല്ലോ വരുന്നത്, മറ്റുള്ളവർക്കത് ബാധകമല്ല. സാധാരണക്കാർ ആ വില അറിയില്ല, അവർ ഡെയിലി ചിലവാക്കുന്നത്. അത് സാധാരണക്കാരാകുമ്പോൾ ഈ വില അവർ കാൽക്കുലേറ്റ് ചെയ്യാറില്ലല്ലോ, ഈ ചെയ്യുന്നെല്ലാം അതിൻ്റെ മുകളിലോട്ടുള്ളവരാണ്. അത് സാധാരണക്കാരൻ ഇത് ഈ വിലക്കയറ്റത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. അത് ദിവസം പോയ പോലെ കൂടിക്കൊണ്ട് പോകുന്നു, ചിലവും അങ്ങനെ. പച്ചക്കറികൾക്ക് നല്ല വില, കഴിക്കാതിരിക്കാനാവില്ലല്ലോ. എന്താ മേഡം, അത് ശരി തന്നെ. ഏത് സാധനത്തിന് കുറവൊന്നുമില്ല, ദിവസം കൂടിയ പോലെ കൂടിക്കൊണ്ടേ പോകുന്നല്ലാതെ. അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പണിക്ക് സാലറി കൂടിക്കൊണ്ട് പോയെങ്കിൽ അത്ര നല്ലതായിരുന്നു. അപ്പം അത്ര ഇതാണില്ലല്ലോ. കുറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ, മുമ്പത്തെ പോലെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. എല്ലാ കറിയിലും തക്കാളി ഇടയില്ല, ഉള്ളി എല്ലാറ്റിനും. അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ റേറ്റ് വിചാരിക്കാം, ചിലവാക്കുന്നത് കുറക്കണം. വില കൂടുമ്പോൾ വില കുറഞ്ഞാൽ നന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെന്ത് ചെയ്യുന്നു, ഇപ്പോൾ സാമ്പാറിൻ്റെ സാധനമാണിത് ഞാൻ വാങ്ങിയത്, 1 കിലോന് 50 രൂപ. തിരക്കായിട്ടില്ല, നല്ല റേറ്റാണത്, മോശമില്ല.